അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. സ്നേഹസ്വന്തനം വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി വാർത്താ അവലോകനം നടത്തുന്നത് അഷ്റഫ് തിരുവള്ളൂർ. സ്നേഹസ്വന്തനം ഗ്രൂപ്പ് പിന്നിട്ട വഴികളിലൂടെ, കൃത്യമായി പറഞ്ഞാൽ 28/3/2015 ശനിയാഴ്ച പരിശുദ്ധ ഹറം ഷെരീഫിൽ നിന്നും സ്നേഹസ്വാന്തനം ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. ഇന്ന് 4/4/2015 ശനിയാഴ്ച. ഒരു മാസവും 5 ദിവസവും പിന്നിടുമ്പോൾ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും ഏറെ മികവുറ്റതാക്കി മാറ്റപ്പെട്ടു. ഗൾഫിലും നാട്ടിലുമുള്ള ഒരു പറ്റം മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയായ സ്നേഹസ്വാന്തനം ഗ്രൂപ്പ് മാസവരിസംഖ്യയിൽ നിന്നും പിരിച്ചു കിട്ടുന്ന പണം അർഹതപ്പെട്ടവരിൽ എത്തിക്കുക എന്നതാണ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും കടമ്പകൾ ഏറെയുണ്ടെങ്കിലും ഗ്രൂപ്പ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴേക്കും ആ വാർത്ത ഞങ്ങളെ തേടിയെത്തി. തൃശ്ശൂർ ജില്ലയിലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സഹോദരിയുടെ കണ്ണുനീരിൽ ചലിച്ച ഹൃദയം നിറങ്ങുന്ന വേദനയുടെ വാർത്ത ഞങ്ങളെ കാതിലുമെത്തി. വർഷങ്ങൾക്ക് മുമ്പേ ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടി വരനെ കണ്ടെത്തി വിവാഹമുറപ്പിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം മുടങ്ങുമെന്ന അവസ്ഥ തളർന്നുപോയ ആ സഹോദരി തൻ്റെ ദയനീയ അവസ്ഥ വിവരിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വോയിസ് മെസ്സേജ് കൈമാറി. ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രൂപ്പുകളിലേക്ക് അത് പടർന്നു. സ്നേഹസ്വാന്തനം വാട്സപ്പ് ഗ്രൂപ്പിലും എത്തി ആ സഹോദരിയുടെ ദയനീയ മുഖം. സത്യമോ അസത്യമോ എന്നറിയാൻ ഞങ്ങളുടെ സഹോദരന്മാർ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനൊടുവിൽ ആ സഹോദരി വിവരിച്ചതിലും എത്രയോ അപ്പുറത്തായിരുന്നു അവരുടെ അവസ്ഥ. ഗ്രൂപ്പിൻ്റെ തുടക്കത്തിലെ ആ സഹോദരിയെ എങ്ങനെ സഹായിക്കുമെന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഒരു സഹോദരൻ്റെ ആദ്യത്തെ സഹായം എൻ്റെ വക എൻ്റെ സഹോദരിക്ക് വേണ്ടി. പിന്നീട് വാഗ്ദാനങ്ങളുടെ മെസ്സേജുകളായിരുന്നു. വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുങ്ങിയില്ല. അരമണിക്കൂർ കൊണ്ട് 1,30,000 രൂപ സ്നേഹസ്വാന്തനം ഗ്രൂപ്പിൽ നിന്നും സഹോദരന്മാർ ആ സഹോദരിക്ക് വേണ്ടി പിരിച്ചു. പിറ്റേ ദിവസം തന്നെ ആ തുക കൈമാറി. പല കോണുകളിൽ നിന്നും ഗ്രൂപ്പിലേക്ക് സഹോദരന്മാർ കടന്നു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്നേഹത്തോടെ ഞങ്ങൾ അത് സ്വീകരിച്ചു. രണ്ടാം ഗ്രൂപ്പിന് തുടക്കമിട്ടു. സ്നേഹസ്വാന്തനം ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മികവുറ്റതാക്കാൻ തീരുമാനമെടുക്കുന്നു. അഡ്മിൻ പാനലിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഗൗരവമേറിയ ചർച്ചകൾക്കൊടുവിൽ ആഴ്ചയിലെ ഓരോ ദിവസവും പല പരിപാടികൾക്കും തുടക്കം കുറിക്കുന്നു. ഞായർ പ്രവാചക സ്നേഹം, തിങ്കൾ ക്വിസ് പ്രോഗ്രാം, മദ്ഹ് ഗാനം, ചൊവ്വ കർമ്മശാസ്ത്രപരമായ ചർച്ചകൾ, ബുധൻ ഇസ്ലാമിക ചോദ്യോത്തരങ്ങൾ, വ്യാഴം മക്ക ഹറം ഷെരീഫിൽ നിന്നുള്ള പ്രാർത്ഥന, വെള്ളി മദീന ഹറം ഷെരീഫിൽ നിന്നുള്ള പ്രാർത്ഥന, ശനി വാർത്താ അവലോകനം. കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് അബൂബക്കർ സഖാഫി നാദാപുരം മറുപടി പറഞ്ഞു. വ്യാഴം വെള്ളി ദിവസങ്ങളിലെ പ്രാർത്ഥനകൾക്ക് അബൂ ഷിഫാസും സക്കീർ അബ്ദുൽ ലത്തീഫും നേതൃത്വം നൽകി. ഇതര വാട്സപ്പ് ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്നേഹസ്വാന്തനം ഗ്രൂപ്പ് കൂട്ടായ ചർച്ചകളിലൂടെയും മാത്രമേ ഏതൊരു കാര്യത്തിനും അന്തിമമായ തീരുമാനമെടുക്കൂ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗ്രൂപ്പുകളിൽ വരുന്ന ചർച്ചകൾക്ക് അന്തിമമായ തീരുമാനമെടുക്കാൻ 7ഓളം പേരടങ്ങുന്ന അഡ്മിൻ ഗ്രൂപ്പും നിലവിലുണ്ട്. കളിയും ചിരിയും എന്ന ഗ്രൂപ്പും സ്നേഹസ്വാന്തനം ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് തിരുവനന്തപുരം ഡോക്ടർ ഷാനവാസിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മ നീതിക്ക് വേണ്ടിയുള്ള സമരം നടന്നു. യമനിലെ സംഭവവികാസങ്ങളെ പ്രവാസി സമൂഹവും ലോകവും ഭീതിയോടെ നോക്കിക്കാണുന്നു. അതിനിടയിൽ ഗൾഫ് നാടുകളിൽ പ്രത്യക്ഷപ്പെട്ട പൊടിപടലങ്ങൾ പ്രവാസികളിൽ ആശങ്ക പരത്തി. പ്രകൃതി ദുരന്തങ്ങളെയും മനുഷ്യരുടെ നിറത്തിൻ്റെ അവയവങ്ങളിലെ പോരായ്മകളെ കോമഡി രൂപത്തിൽ ചിത്രീകരിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിൽ വാർത്താ അവതാരകൻ എന്ന നിലക്ക് വ്യക്തിപരമായി നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാർത്താ അവലോകനം അവസാനിപ്പിക്കുന്നു. അള്ളാഹു കനിഞ്ഞേകിയ ആയുസ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അഷ്റഫ് തിരുവള്ളൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.